ഹലോ ഗെയ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വെറും 5 രൂപ കൊണ്ട് നമ്മുടെ കാല് എങ്ങനെ വെട്ടിത്തിളങ്ങിക്കാം എന്ന് പറയാനാണ്. കാരണം നമ്മൾ കടയിലൊക്കെ പോയി പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തിട്ട് നമ്മുടെ കാലിനെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നല്ല വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാലെന്ന് പറയുന്നത് അത്യാവശ്യം ടാനൊക്കെ ഉള്ള ഒരു കാലാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുമോയെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ട് നല്ല രീതിയിൽ കാലിന് നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. കാരണം ആരെങ്കിലും നമ്മുടെ ശ്രദ്ധിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കാലിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ കറ്റാർ വാഴയുടെ സ്ക്രബാണ്. ഏറ്റവും നാച്ചുറലായിട്ടൊരു സ്ക്രബാണ് ഈ കറ്റാർ വാഴയുടെ സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയിൽ കറ്റാർ വാഴ മുക്കിയിട്ട് നമ്മുടെ കാലിനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നേരത്തെ കാല് ഇറക്കി വെച്ച് എന്താണെന്ന് വെച്ചാൽ കാലൊന്ന് മോയ്സ്ചറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാലിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് അത് കാല് നന്നായിട്ട് തേച്ച് വെച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം കാലിന് കുറച്ചും കൂടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകുന്നത്. അപ്പോൾ കാലിന് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുമ്മാ റോസ് പെറ്റൽസൊക്കെ അതിനകത്ത് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കാല് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്രബാണ് ഏറ്റവും മെയിനായിട്ടുള്ള സാധനം. കാരണം നമ്മുടെ കാലിന് അത്യാവശ്യം മോയ്സ്ചറൈസേഷൻ കിട്ടാനായിട്ട് ഈ കറ്റാർ വാഴയേക്കാളും ബെറ്ററായിട്ട് ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഫേസിലാണെങ്കിലും കറ്റാർ വാഴ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറ്റാർ വാഴ തേച്ചപ്പോൾ തന്നെ കാലിനൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷാമ്പു, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വെറും 5 രൂപ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. കാരണം 3 രൂപയുടെ ഷാമ്പു ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ ഷാമ്പു ഒന്നും കിട്ടാഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഡോവിൻ്റെ ഷാമ്പു എടുത്തത്. നിങ്ങൾക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. ക്ലിനിക് പ്ലസ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ക്ലിനിക് പ്ലസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് നല്ല പതയുള്ള ഷാമ്പാണ്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് കഴുകാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു പത കിട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ കിട്ടിയ ഷാമ്പു വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഷാമ്പൂ നന്നായിട്ട് കാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഷാമ്പൂവും കാലിൻ്റെ അകത്ത് സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്കൊരു നാരങ്ങ നീരും കൂടെ ഉള്ളത് ബെറ്റർ ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ എടുക്കാഞ്ഞത്. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ വിരലിനും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാലിന് നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട് ഗൈസ്. മഴയത്തിരുന്നാണ് ആക്ച്വലി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ചെയ്യാനായിട്ട് വന്നിരുന്ന സമയത്താണ് മഴ വന്നത്. പിന്നെ നമ്മളൊന്ന് നിർത്തി പോകാമെന്ന് വിചാരിച്ചില്ല, ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ മസാജ് തുടരുകയാണ്. കണ്ടത് ഇപ്പം തന്നെ നല്ല വ്യത്യാസമില്ലേ? ആ ഒരു സ്ക്രബും ആ ഒരു ഷാമ്പും യൂസ് ചെയ്തപ്പോൾ തന്നെ കാലിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ടാനൊക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം എടുക്കാം. എന്താ കണ്ട മഴയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴയാണ് ഗൈസ്, കൊണ്ട മഴ. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഴക്കൈയിലും നിൽക്കുന്ന കണ്ട മഴ മൊത്തവും മഴ വീണ് ആകപ്പാടെ പണിപാളി. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഫി പൗഡർ, ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഐറ്റമേ. അപ്പോൾ ഇതിന് ഒരു 2 രൂപയൊക്കെ ആകത്തുള്ളൂ. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാരയുടെയും പിന്നെ നമ്മുടെ കറ്റാർ വാഴയുടെയും ജെല്ലിയില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവമാക്കി എടുക്കണം. നമ്മുടെ കാലിൽ തേക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ വരും. എനിക്ക് കുറേ സമയം ഇങ്ങനെ ഇതാക്കാൻ വയ്യാഞ്ഞുകൊണ്ടാണ്. അത് നന്നായിട്ട് അത് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ അത് നമ്മുടെ കാലിൽ കുറച്ച് അധികം നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് തേച്ച് കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത്, ഇതും ഒരു തരം സ്ക്രബാണ് എങ്കിലും കുറച്ച് നമുക്കൊരു ഗ്ലോവി ഇത് കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു പാക്ക് പോലെയാണ് നമ്മളിത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മൾ ഫേസിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ. അങ്ങനെ നമ്മളത് കാലിൽ തേച്ച് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇതൊന്ന് ഉണങ്ങി ഒരു സെറ്റായി വരാനായിട്ട്. അതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അത് നന്നായിട്ട് കണ്ടോ, അത് ജസ്റ്റ് ഇളകി പോകുമ്പോൾ തന്നെ നല്ല ഒരു വൈറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ. കാല് നല്ല രീതിയിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ ഫോണിൻ്റെ കുഴപ്പമൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ നല്ല മാറ്റമുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഹോം ആയിട്ടുള്ള ഒരു പെഡിക്യൂർ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക്.
സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വീക്കിലി 1 or 2 ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കാലിന് നല്ലതായിരിക്കും. ഇപ്പം ഇത് കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും സ്കിന്നിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ഞാനിത് യൂസ് ചെയ്യാറുള്ളതാണ്. കണ്ടോ, അതെ കാലിൻ്റെ ഒരു വ്യത്യാസം തന്നെ കണ്ടില്ലേ? നേരത്തെ കണ്ട ആ കാലും ഈ കാലും തമ്മിൽ എത്ര മാറ്റമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാലിന് മാത്രമല്ല കയ്യിലും ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്, ഫേസിലും ചെയ്യാനായിട്ട് നല്ലതാണ്.